വാഴ 2 ഏപ്രിൽ 2-ന് തിയേറ്ററിൽ എത്തുകയാണ്. ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം റിലീസായിരുന്നു. ഗംഭീര ട്രെയിലറാണ് ചിത്രത്തിന് വന്നിട്ടുള്ളത്. മുൻപ് ചിത്രത്തിന്റെ പാട്ടുകളൊക്കെ വന്നിരുന്നു. അതിനും നല്ല സ്വീകാര്യതയാണ് ലഭിച്ചത്. ട്രെയിലർ സൂചിപ്പിക്കുന്നത് വാഴ 1-നേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന സിനിമയാണ് വാഴ 2 എന്നുള്ളതാണ്. വാഴ 1 കണ്ടവർക്കറിയാം, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ചിത്രം തന്നെ ആയിരുന്നു. ഒരു പക്ഷെ കൂടുതലും യുവാക്കൾക്കാണ് ആ ഒരു ചിത്രം കണക്ട് ആവുക. അതേ ഒരു പാറ്റേണിലാണ് വാഴ 2 ഒരുക്കിയിട്ടുള്ളത് എന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന. വാഴ 1 തിയേറ്ററിൽ ഗംഭീര വിജയമായിരുന്നു. വിപിൻ ദാസ് എഴുതി ആനന്ദ് മേനോനായിരുന്നു വാഴ 1 സംവിധാനം ചെയ്തിരുന്നത്. ആ ഒരു സിനിമയുടെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ തീർത്തും സ്കൂൾ കാലഘട്ടവും അതുപോലെ തന്നെ കോളേജ് കാലഘട്ടവും ഒക്കെ പറയുന്ന യുവാക്കൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയായിരുന്നു. കൂട്ടത്തിൽ അവസാന ഭാഗത്തേക്കൊക്കെ കുറച്ച് സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നല്ലൊരു അനുഭവമായിരുന്നു വാഴ 1. വാഴ 2 അതുകൊണ്ട് തന്നെ പ്രതീക്ഷയുള്ള സിനിമയാണ്. വാഴ 1-ലെ അതേ ടീമല്ല ഈ ഒരു സിനിമയിൽ സ്ക്രീനിൽ എത്തുന്നത്. വാഴ 2-ലേക്ക് ഹാഷിറൊക്കെയാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി എത്തുന്നത്. എന്തായാലും അതിന്റെ ഒരു സ്വീകാര്യത സോഷ്യൽ മീഡിയയിൽ ഉടനീളം ഉണ്ട്. വാഴ 2-ലേക്ക് വരുമ്പോൾ വിപിൻ ദാസ് തന്നെയാണ് തിരക്കഥ ഒരുക്കുന്നത്. പക്ഷെ ആനന്ദ് മേനോനല്ല സംവിധാനം, മറ്റൊരു ആളാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഏതായാലും വാഴ 1-ന്റെ പ്രതീക്ഷ അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് വാഴ 2-ഉം വരുന്നത്. ചിത്രം ദൃശ്യം 3-ക്കൊപ്പം ആയിരുന്നു റിലീസ് പ്രഖ്യാപിച്ചത്. പക്ഷെ ഇപ്പോൾ ദൃശ്യം 3 മാറിയതുകൊണ്ട് തന്നെ വാഴ 2-നെ സംബന്ധിച്ച് നല്ല അവസരമാണ് ബോക്സ് ഓഫീസിൽ പെർഫോം ചെയ്യാനൊക്കെ. പ്രത്യേകിച്ചും വെക്കേഷൻ സീസൺ ആയതുകൊണ്ട് തന്നെ ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ നല്ല പെർഫോമൻസ് നടത്താനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആട് 3 ആണെങ്കിൽ ബോക്സ് ഓഫീസിൽ ഒരു റണ്ണിംഗ് ഒക്കെ അവസാനത്തേക്ക് എത്തുകയും ചെയ്തു. പ്രതിച്ഛായ ആണെങ്കിൽ തിയേറ്ററിൽ മികച്ച പ്രതികരണമല്ല നേടിയിട്ടുള്ളതും. അതിനാൽ തന്നെ വാഴ 2-നെ സംബന്ധിച്ച് നല്ല പ്രതികരണം ലഭിക്കുകയാണെങ്കിൽ ഗംഭീര കളക്ഷനുമായി മുന്നേറാൻ സാധിക്കും. ചിത്രത്തിന്റെ ട്രെയിലർ നൽകുന്ന പോലെയാണ് സൂചനയെങ്കിൽ ചിത്രം തീർച്ചയായിട്ടും മികച്ച വിജയമായി മാറാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് ഗാനങ്ങൾ ചിത്രത്തിലുണ്ട്. ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റും അത് തന്നെയാണ്. പുറത്തു വന്ന ഗാനങ്ങളെല്ലാം നല്ല നിലവാരം പുലർത്തിയിരുന്നു. ഏതായാലും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് വാഴ 2-നെ സമീപിക്കുന്നത്. ആ പ്രതീക്ഷ നിലനിർത്താൻ ഈ ചിത്രത്തിന് കഴിയട്ടെ.